ശബരിമല സ്വർണ്ണ മോഷണത്തിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളി. 2 കേസുകളിലും നൽകിയ ജാമ്യാപേക്ഷയാണ് വിജിലൻസ് കോടതി തള്ളിയത്. രാജ്കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? മറ്റു വിവരങ്ങൾ കൂടി. അതായത് മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടളപ്പാളികൾ നൽകാൻ ഉത്തരവ് ആയെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ കൈമാറ്റം നടന്നപ്പോൾ മഹസർ തയ്യാറാകാത്തത് കുറ്റകരമെന്ന് കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചു. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുരാരിക്ക് 2 കേസുകളിലും പങ്കുണ്ടെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. ദ്വാരപാലക ശില്പങ്ങൾക്കായുള്ള ശുപാർശ കത്തിൽ മുരാരി ബാബു നടപടി സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും 2 കേസുകളിലും നൽകിയ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. അതേസമയം പത്മകുമാറിന്റെ പോലീസ് കസ്റ്റഡി കാലാവധി നാളെ വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. 5 മണിക്കായിരിക്കും പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുക. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.